അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അടുത്ത് വൈറലായ ഒരു പ്രഭാഷണം കാന്തപുരം വിഭാഗത്തിലെ ഒരു മതപണ്ഡിതൻ, സഖാഫിയാണ് അദ്ദേഹം, ഇബ്രാഹിം സഖാഫിയാണോ എന്തോ പേരെനിക്ക് എത്ര ഓർമ്മ വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു വയോവൃദ്ധയായ ഒരു ഉമ്മയുടെ, ഒരു പ്രായം ചെന്ന ഒരു ഉമ്മയുടെ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം, ഇന്ന് അതാണ് ആകെ ചർച്ചയായിട്ടുള്ളത്. ഏതായാലും ആ പ്രഭാഷണത്തിൻ്റെ ശകലം നിങ്ങൾ കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി സംസാരിക്കാം. ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തും ദിക്റും ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടുകയാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാർ തന്നെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ, ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. നിങ്ങൾ ആ പ്രഭാഷണത്തിൻ്റെ ശകലം കേട്ട് കാണും. അദ്ദേഹത്തെ ഞാൻ ഉപദേശിക്കുകയും ഒന്നും അല്ല. ഞാൻ പറയുന്നത് തിരുത്തേണ്ട എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. ഇന്നൊരു സിയാറത്ത് ടൂറെന്നും പറഞ്ഞ് എന്തെല്ലാം കോപ്രായങ്ങളാണ് ഈ മതപണ്ഡിതന്മാർ കാണിച്ചു കൂട്ടുന്നത്. എവിടൊക്കെയുള്ള ഏതൊക്കെ സ്ത്രീകളെയാണ് ഇവർ വിളിച്ചു വരുത്തുന്നത്. ഇവരെല്ലാം ഇസ്ലാമിക വേഷം ധരിച്ച് ഭർത്താക്കന്മാരോടൊപ്പമാണോ വരുന്നത്? കൊണ്ടുപോകുന്നവർ ഭർത്താക്കന്മാരാണോ? അല്ല. എവിടെയോ ഉള്ള അപരിചിതനായ ഒരു മുസ്ലിയാരുടെ കീഴിൽ എവിടെയോ ഉള്ള സ്ത്രീകൾ ഇസ്ലാമിക വേഷമല്ലാത്ത നിലയിൽ അവർ യാത്ര പോവുകയാണ്. സിയാറത്ത് ടൂർ ഏത് ദീൻ പഠിപ്പിച്ചതാണത്? അതുപോലെ ആത്മീയ ചികിത്സ എന്ന് പറയുന്ന പേരിൽ ഏതെല്ലാം കേന്ദ്രങ്ങളാണെന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയെല്ലാം ഈ സ്ത്രീകൾ വന്ന് ഇടപഴകുന്നത് ഏത് ദീനാണ്? സ്വലാത്ത് ഹൽക്കയും ദിക്ർ മജ്ലിസുകളും എല്ലാം നടത്തി അവിടെയും ഇസ്ലാമിക വേഷമല്ലാതെ സ്ത്രീകൾ വന്നുകൂടുന്നുണ്ട്. ഇതെല്ലാം തിരുത്തേണ്ടതല്ലേ എന്ന് ആത്മാർത്ഥമായി വിനയത്തിൻ്റെ ഭാഷയിലാണ് ഉസ്താദിനോട് എനിക്ക് ചോദിക്കുവാനുള്ളത്. അങ്ങനെ തിരുത്തേണ്ട പല കാര്യങ്ങളും നമ്മളുടെ ഇടയിലുണ്ടായിരിക്കെ ഏതോ ഒരു ഉമ്മ തൻ്റെ കുടുംബത്തോടൊപ്പം ഒന്ന് അന്യ സ്റ്റേറ്റിൽ ഒന്ന് വിനോദത്തിനായോ എന്തോ പോയത്, അതൊരു വലിയ ആനക്കാര്യമായി വിളിച്ചു പറഞ്ഞ് അവഹേളിക്കുക എന്നത് വളരെ മോശമാണ്. ഉസ്താദ് അത് ഉദ്ദേശിച്ച് കാണില്ല, എന്നാലും അത് തെറ്റാണ്. അത് പറയുമ്പോൾ ശ്രദ്ധിക്കണം. മൈക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലും പറഞ്ഞേക്കാമെന്ന നിലയിൽ പറയാൻ പാടില്ല. ആ ഉമ്മയുടെ ഭർത്താവ് 25 വർഷത്തിനു മുമ്പ് മരണപ്പെട്ടു പോയി. അതുകൊണ്ടൊരു മൂലയിലിരുന്ന് ദിക്റും സ്വലാത്തും ചെല്ലണം എന്ന് പറഞ്ഞാൽ അത് ഏത് ദീനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദിക്റും സ്വലാത്തും മരണപ്പെട്ടവർക്ക് മാത്രമാണോ? എന്താണ് ഇതിൻ്റെ പൊരുൾ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, മഹദി അവർകൾ പറയാണ്, ഫസബഖതുഹു അലാ റിജ്ലി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു യാത്ര പോയി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? ഒരു മത്സരം നടത്തി. ഓട്ട മത്സരമാണ്, കാൽനടയായിട്ടുള്ള ഒരു മത്സരം. അങ്ങനെ എന്ത് ചെയ്തു? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ മത്സരത്തിൽ പരാജയപ്പെടുത്തി. ഫലമ്മാ ഹമൽതുൽ ലഹം, എൻ്റെ തൂക്കമൊക്കെ ഒന്ന് വർദ്ധിച്ചപ്പോൾ, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായി, ഓടാനൊന്നും കഴിയാത്ത നിലക്കായപ്പോൾ, സാബഖതുഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം എന്ത് ചെയ്തു? മറ്റൊരു യാത്രയിൽ ഈ നിലയിൽ എന്താണ് ഒരു മത്സരം നടത്തി. അങ്ങനെ ഫസബഖനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ എന്ത് ചെയ്തു? ആ മത്സരത്തിൽ പരാജയപ്പെടുത്തി. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹാദിഹി ബിതിൽക സബഖ, ഇത് ഈ ഒരു വിജയമുണ്ടല്ലോ, അത് ആ വിജയത്തിന് പകരമാണ്. ഇപ്പോൾ നമ്മളെന്തായി? മുത്തസാവീനിയായി. നിങ്ങളും ആയിഷയും ഒരു മത്സരത്തിൽ വിജയിച്ചു, ഞാനും ഒരു മത്സരത്തിൽ വിജയിച്ചു. അപ്പോൾ
കുടുംബങ്ങളോടൊപ്പം ഒരു വിനോദസഞ്ചാരത്തിനുമൊക്കെ പോകുന്നതിലൊന്നും തെറ്റില്ല. ഇസ്ലാമിക വേഷവും കാര്യങ്ങളും ഒക്കെ വേണം എന്ന് മാത്രം. അതൊക്കെ വലിയൊരു സംഭവമായി അതെല്ലാം ഇങ്ങനെ എടുത്തു പറഞ്ഞ് പറയേണ്ടതും ഗൗരവമുള്ളതുമായ വിഷയങ്ങളെ നിസ്സാരവൽക്കരിച്ച് അതിനെ കൂടപ്പിറപ്പായി കൊണ്ടുപോവുക എന്നത് വളരെ തെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നല്ല നിലയിൽ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ സാധുക്കളായ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ ഉമ്മയ്ക്ക് ഏതെങ്കിലും രീതിയിൽ വിഷമങ്ങൾ ഉണ്ടായെങ്കിൽ ആ ഉസ്താദിന് പൊരുത്തപ്പെട്ടു കൊടുക്കണം എന്നും കൂടി വിനയത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തി. മഅസ്സലാമ.